ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒന്ന് കാറ്ററിംഗ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ, വൈകുന്നേരമാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ പെട്ടെന്നൊരു ചിക്കൻ ബിരിയാണി എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം കേട്ടോ. ചിക്കൻ ബിരിയാണിയൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയും. പെട്ടെന്ന് റെഡിയാക്കി എടുക്കുന്ന ഒരു രീതിയായിട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ. എന്നിട്ട് സവാള ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് റെഡിയായി വരുന്ന നേരം കൊണ്ട് ഞാൻ അതിലേക്കുള്ള സവാളയൊക്കെ കട്ട് ചെയ്ത് ഒക്കെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സവാളയും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഫ്രൈ ആയി വന്നപ്പോൾ അത് ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. പിന്നെ ആ എണ്ണയ്ക്ക് തന്നെ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ചിക്കൻ അതിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ചിക്കനിലെ മസാല ഞാൻ കുറച്ച് നേരത്തെ കൂട്ടി വെച്ചിട്ടുണ്ടായിന്. നമ്മൾ സാധാ മസാല മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതേപോലെ കുറച്ച് കോൺഫ്ലവറും ചേർത്തിട്ടുണ്ടായിന് കേട്ടോ. ഉപ്പും അതേപോലെ തന്നെ സുർക്കയും ചേർത്താണ്ട് അങ്ങനെ ഉപ്പും മുളകൊക്കെ തേച്ച് വെച്ചതേനി. അപ്പോൾ മസാലയൊക്കെ നല്ല ഉപ്പ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലോണം മൊരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കൊന്നുമില്ല, ജസ്റ്റ് എണ്ണയിലിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കും. രണ്ട് വശം ഒന്ന് മൊരിച്ചെടുക്കും, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം ഇത് ചട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടേ പിന്നെ സവാള കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ വീഡിയോയിൽ കാണുമ്പം എണ്ണയ്ക്ക് ഇട്ട് കൊടുത്ത് അപ്പം തന്നെ എടുക്കണതൊക്കെ ആവും നിങ്ങൾ കാണും. പക്ഷെ അതിൻ്റെ ഇടയിലൊക്കെ കുറേ സമയം അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു ഊണുണ്ടാക്കിനല്ലോ, അരമണിക്കൂർ കൊണ്ട് റെഡിയാക്കി എടുത്ത ഊണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ കമൻറ്റ് കണ്ടിട്ടുണ്ടെങ്കിലും അരമണിക്കൂർ കൊണ്ട് എന്തായാലും ആവില്ല എന്നുള്ളത്. അരമണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് അറിയാലോ, റേഷൻ കാർഡിൽ തരിയാകുമ്പോൾ പെട്ടെന്ന് വേവും. പിന്നെ ഞാൻ അന്ന് ഉണ്ടാക്കിയ ചെമ്മീൻ ചമ്മന്തി, വെള്ളരിക്ക കറി, മീൻ പൊരിച്ചതും അല്ലേ, അതൊക്കെ ഇതാന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തായിട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ചെയ്തതാട്ടോ. അതൊക്കെ സവാള കട്ട് ചെയ്തതും തക്കാളി കട്ട് ചെയ്തതും മല്ലിയിലും പുതിനയിലൊക്കെ കട്ട് ചെയ്ത് നാരങ്ങ നീരും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണ ആ സമയം കൊണ്ട് നമുക്കൊക്കെ റെഡിയാക്കി എടുക്കാം. വെറുതെ ടൈം കളയും വേണ്ട, പെട്ടെന്നാവും ചെയ്യും. അപ്പോൾ ഈ ബിരിയാണി കൊണ്ടുപോകാൻ 5:30 ആകുമ്പോൾ വരും എന്നാട്ടോ ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ സമയമാകുമ്പോഴത്തേനൊക്കെ റെഡിയാക്കണം. അങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്ത് കോരി വെച്ചിട്ട് ആ എണ്ണയിലാണ് നമ്മൾ മസാല ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ സവാള ഇട്ട് കൊടുത്തു. നമ്മൾ 2 കിലോ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് ഈസ്റ്റർ അല്ലേ, ഇന്നലെ എടുത്ത വീഡിയോ കേട്ടോ. ഇത് ഈസ്റ്റർ അല്ലേ, ഈസ്റ്ററിന് നമ്മൾ വീഡിയോ കണ്ടിട്ടേ ആണ് കേട്ടോ ഈ ഓർഡർ കിട്ടിയത്. യൂട്യൂബിൽ നമ്മളെ വീഡിയോ കാണുന്ന ഒരു ചേച്ചിയാണ്. അപ്പോൾ പൂക്കുട്ടുമ്പോൾ അടുത്തുള്ള ആളാണ്. അപ്പോൾ ഓരങ്ങനെ ചാനൽ പേജിൽ നിന്ന് നമ്പറൊക്കെ എടുത്താണ്ട് വിളിച്ചതേനി കേട്ടോ. അങ്ങനെ ഒരുക്കാണ് ഈ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സവാളൊക്കെ വഴറ്റാൻ വെച്ച് പിന്നെ ഞാൻ വന്നിട്ട് ഇവിടെ വേഗം അടുപ്പ് കത്തിച്ച് അരി തിളപ്പിച്ചുറ്റല്ല വെള്ളം അടുപ്പത്ത് വെച്ചിട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് ഏലക്ക, ഗ്രാമ്പൂ, പട്ട, പിന്നെ അതേപോലെ മല്ലിയിലും പുതിനയിലൊക്കെ കട്ട് ചെയ്തതും പിന്നെ കുറച്ച് ഓയിലും കുറച്ച് നാരങ്ങ നീരൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ കിടന്നിട്ട് തിളക്കട്ടെ. ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി സവാളയൊക്കെ വഴന്ന് വരട്ടെ. സവാളയ്ക്ക് പിന്നെ ഞാൻ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. ഉപ്പ് ഇട്ടീന് കേട്ടോ. ഉപ്പ് ഇട്ട് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവില്ല. പിന്നെ കമൻറ്റ് ബോക്സിൽ കാണും, നിങ്ങൾ ഉപ്പിട്ടിട്ടില്ലേ, ഉപ്പിടാതെയാണോ ബിരിയാണി ഉണ്ടാക്കലെന്ന്. ഉപ്പിടാതെ നല്ല നമ്മൾ ഇങ്ങനെ ജോലികളൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങോട്ടാവും ശ്രദ്ധ. അപ്പോൾ ചിലപ്പോൾ ക്യാമറ ഓണാക്കാൻ മറന്നിട്ടുണ്ടാവും, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ സവാളയൊക്കെ വഴന്ന് വന്നപ്പം പിന്നെ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ചതച്ചത് ചേർത്തിട്ടുണ്ട്. 2 കുടം വെളുത്തുള്ളിയും അതേപോലെ തന്നെ ഒരു വലിയ 2 കഷ്ണം ഇഞ്ചി ആട്ടോ കൊടുത്തിട്ടുണ്ട് അതിനത്. പിന്നെ പച്ചമുളകിൻ്റെ കണക്ക് നമ്മൾ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. നമ്മൾ ഇതിക്ക് ഇനി വേറെ മുളക് പൊടിയൊന്നും ചേർക്കില്ല. നമ്മൾ ചിക്കനിൽ മസാല തേച്ചപ്പോൾ മുളക് പൊടി ചേർത്തിട്ടുണ്ട്, കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളകിൻ്റെ എരിവാണ് നമ്മളെ ബിരിയാണിക്ക് ടേസ്റ്റ് കൊടുക്കുക കേട്ടോ. മുളക് പൊടിയൊന്നും മസാലയ്ക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. കുറേ മസാലപ്പൊടികളൊന്നും ചേർക്കണം എന്നില്ല കേട്ടോ. അപ്പം ഇത് വൈകുന്നേരം ആയതുകൊണ്ട് നല്ല കാറ്റുണ്ട്. അപ്പോൾ കാറ്റ് ഉണ്ടാവുമ്പോൾ ഗ്യാസ് ശരിക്കും അങ്ങോട്ട് നമ്മളെ പാൻറ്റും കടായിൻ്റെ അടിക്ക് അങ്ങോട്ട് കത്തൂല. അവിടെ ഇവിടെയൊക്കെ അങ്ങനെ പാളിപ്പോവും. അപ്പോൾ ഈ ഒരു സാധനം വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഈ റിങ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുപ്പത്ത് വെച്ച ആ പാത്രത്തിൻ്റെ അടിഭാഗത്തേക്ക് തന്നെ തീ ശരിക്ക് കത്തും കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്യാസും ലാഭമാണ്, ശരിക്ക് തീ കത്തും ചെയ്യും. മറ്റേത് പാളിപ്പോയാൽ ചൂട് കിട്ടൂല. അപ്പോൾ ഞാൻ വെച്ച് കൊടുത്തു അതാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തു. ഇനി തക്കാളിയും കൂടെ ഒന്ന് ഉടഞ്ഞു വരട്ടെ. അങ്ങനെ തക്കാളിയും വഴറ്റിയെടുത്തതിന് ശേഷം മസാലപ്പൊടികൾ ചേർത്ത്. മസാലപ്പൊടികൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുളക് പൊടിയൊന്നുമില്ല കേട്ടോ, മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ബിരിയാണി മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അതേപോലെ തന്നെ കുറച്ച് ജീരകം പൊടിച്ചതും പിന്നെ മല്ലിയിലും പുതിനയിലൊക്കെ കട്ട് ചെയ്തത് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ചെറുനാരങ്ങൻ്റെ നീര് പിഴിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ തൈര് ഒഴിച്ചു കൊടുക്കുക.
അപ്പോൾ എന്നോട് ചിലപ്പം ചില കൂട്ടുകാർക്ക് ഇങ്ങനെ കറക്റ്റ് അളവ് ചോദിക്കും. കറക്റ്റ് അളവ് ശരിക്കും എനിക്ക് പറയാൻ അറിയില്ല കേട്ടോ. അപ്പോൾ തൈര് ഇപ്പം നമ്മൾ ഒഴിച്ചു കൊടുത്തില്ലേ, ഞാനൊരു എൻ്റെ ഒരു ഇതിനനുസരിച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ഞാൻ നോക്കും പുളി കൂടുതലാണോ കുറവാണോ എന്നൊക്കെ. കുറച്ചേ ഞാൻ ഒഴിക്കുള്ളൂ, എന്നിട്ട് കുറവാണെങ്കിൽ പിന്നെ വീണ്ടും ഒഴിച്ചു കൊടുക്കും അങ്ങനെ കേട്ടോ. അല്ലാതെ എത്ര കറക്റ്റ് അളവും കാര്യങ്ങളൊന്നും പറയാൻ അറിയില്ല. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. അങ്ങനെ മസാല സെറ്റായി. ഇനി ഇതാ നമുക്ക് അതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ച ചിക്കനാണ് ഇട്ട് കൊടുക്കുക. ഇനി നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. അപ്പം മസാലയൊക്കെ എല്ലായിടത്തും ആവട്ടെ. അപ്പം ഇനി ചിക്കൻ അങ്ങനെ വെന്ത് ഉടയൊന്നുമില്ല കേട്ടോ, നമ്മളൊന്ന് പൊരിച്ചെടുത്തതല്ലേ. അങ്ങനെ മസാല റെഡിയായി. പിന്നെ ഇതാ ഞാൻ കൈമ റൈസാണ് എപ്പോഴും എടുക്കൽ. ഇന്ന് നമുക്ക് കൈമ റൈസ് അല്ല കേട്ടോ കിട്ടിയിരിക്കുന്നത്. ഇത് ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ്. ഇത് നല്ല അരിയാണ് കേട്ടോ ബിരിയാണി വെക്കാൻ. അപ്പോൾ അത് ഞാൻ കഴുകി വെച്ചു. അങ്ങനെ ഇതാ മസാലയൊക്കെ ആയിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് ദം ചെയ്തെടുക്കുന്ന പാത്രത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ എപ്പോഴും ചെയ്യുന്നതല്ലേ ബിരിയാണി ഉണ്ടാക്കൽ. അപ്പം എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ അങ്ങനെയാണല്ലോ എന്ത് ജോലിയും നമ്മൾ കൂടുതൽ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ജോലി പിന്നെ നമുക്ക് എളുപ്പമാവും. അതേപോലെ തന്നെയാണ് എനിക്കും. ബിരിയാണിക്കൊക്കെ പെട്ടെന്ന് ഓർഡർ ഇട്ടാണെങ്കിലും 2 മണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ. ദം ചെയ്തെടുക്കാൻ കുറച്ച് ടൈം വേണമെന്നുള്ളൂ. അല്ലാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പം ഇതാ നമ്മുടെ മസാലയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടോ, നമ്മുടെ ചെമ്പുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ അടച്ച് വെച്ചു. പിന്നെ അരി തിളപ്പിച്ചിട്ട് നമ്മൾ വെള്ളം വെച്ചിരുന്നല്ലോ, അപ്പോൾ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരിയും കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ വേഗം അരി ഇട്ട് കൊടുക്കാം. തിളച്ച വെള്ളത്തേക്ക് അരിയിട്ടാലേ പിന്നെ അതിൻ്റെ അടുത്തുനിന്ന് മാറാൻ പറ്റില്ല, അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം കേട്ടോ. ഞാൻ അടച്ചു വെക്കലുമില്ല, പെട്ടെന്നാവും. ഒരു 2-3 തിള തിളച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഊറ്റാനാവും. അപ്പം അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കാം കേട്ടോ. തീ നല്ലോണം കത്തണം എന്നുള്ളൂ. നല്ല കത്തുന്ന വിറകുണ്ടെങ്കിലേ എളുപ്പമുണ്ട്, എല്ലാ പണി എളുപ്പം തീരും. പിന്നെ ഇങ്ങനെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എന്താരോ, നമ്മൾ വീഡിയോസൊക്കെ കണ്ടാണ്ട് കാറ്ററിംഗ് ഒക്കെ തുടങ്ങി ഒരുപാട് കൂട്ടുകാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഉപകാരം ആയിക്കോട്ടെ വിചാരിച്ചിട്ടാട്ടോ. പിന്നെ 2 കിലോ ബിരിയാണി എന്ന് വെച്ചാൽ നമുക്ക് വലിയ ലാഭമൊന്നും കിട്ടൂല. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ കയ്യിലുണ്ടാവുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല എന്നുള്ളൂ. പിന്നെ പറഞ്ഞാൽ ഏതായാലും വെറുതെ ഇരിക്കല്ലേ. അപ്പം പിന്നെ നമ്മളിഷ്ടപ്പെട്ട് നമ്മളെ ചാനലിലൊക്കെ വീഡിയോസൊക്കെ കണ്ടാണ്ട് നിങ്ങളൊരു ബിരിയാണി ഉണ്ടാക്കി തരുമെന്ന് ചോദിക്കുമ്പോൾ നമ്മളെങ്ങനെ ഉണ്ടാക്കി തരില്ല പറയാം. അപ്പം അങ്ങനെ കേട്ടോ. അല്ലാതെ ഒരുപാട് ലാഭമൊന്നും ഇതുമ്പോൾ കിട്ടൂല, 2 കിലോനല്ലേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലി ആകുമ്പോൾ നമ്മളതിന് ടൈം കണ്ടെത്തുമല്ലോ അങ്ങനെ കേട്ടോ. പിന്നെ ഉച്ച കഴിഞ്ഞാൽ പിന്നെ വലിയ പണിയൊന്നും ഇല്ലല്ലോ, നമ്മൾ കുക്കിങ്ങൊക്കെ രാവിലെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെറുതെ ഇരിക്കല്ലേ. അപ്പോൾ നമുക്കൊരു വരുമാനം, ചെറിയൊരു വരുമാനമാണെങ്കിലോ കിട്ടുമ്പം ഒരു സന്തോഷമാണല്ലോ. അതേപോലെ നമ്മളെ ഇഷ്ടപ്പെട്ടാണ്ട് നമുക്ക് ഓർഡർ കിട്ടിയതുമാണ്. അപ്പം അങ്ങനെ കേട്ടോ. അപ്പോൾ നെയ്യൊക്കെ ഞാൻ ഉരുക്കാൻ വെച്ചിട്ടുണ്ടായിന് കേട്ടോ. നെയ്യും കുറച്ച് സൺഫ്ലവർ ഓയിലും മിക്സ് ആക്കിയിട്ട് ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിന്. പിന്നെ അരിയൊക്കെ വെന്തു, ഞാൻ ഊറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം പകുതി റൈസൊക്കെ ഇട്ട് കൊടുത്തു, ബാക്കിയുള്ളത് ഞാൻ ഓട്ടപാത്രത്തിൽ ഊറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നമ്മൾ ലെയറായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാളയൊക്കെ ഫ്രൈ ചെയ്തത്. പിന്നെ അതിലേക്ക് കുറച്ച് ബിരിയാണി മസാലയും ചേർത്തിട്ടുണ്ടായിന്. അതുപോലെ തന്നെ മല്ലിയിലയും പുതിനയിലൊക്കെ കട്ട് ചെയ്തതും. പിന്നെ നമ്മളെ നെയ്യ് നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ആ ചൂടോട് കൂടിയിട്ട് തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ശരിക്കും ഇങ്ങനെ ഉരുക്കി ചേർത്താൽ ഏറെ ടേസ്റ്റ് ആണെന്ന് പറയും ബിരിയാണിക്ക്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടിട്ടോ. അപ്പോൾ ഞാനും അതേപോലെ ഉരുക്കിയിട്ടാണ്, ചിലപ്പോൾ ഉരുക്കിയിട്ട് ചേർക്കും, ചിലപ്പോൾ ഞാൻ ഇങ്ങനെ അടുപ്പിൻ്റെ കല്ലിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് നോക്കും നെയ്യ്. അപ്പോൾ തന്നെ നല്ലോണം ഉരുക്കിയിട്ടുണ്ടാവും, നല്ല ചൂടും ഉണ്ടാവും. അപ്പോൾ ആ ചൂടിൽ അങ്ങനെയാണ് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ബാക്കിയുള്ള റൈസും ഒക്കെ ഇട്ട് കൊടുത്തു. പിന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്തതൊക്കെ ഇട്ട് കൊടുത്തു. അതേപോലെ മല്ലിയിലയും പുതിനയിലൊക്കെ കട്ട് ചെയ്തതും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലെ കൂടെ ഉരുക്കിയ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എനിക്ക് ബിരിയാണി ഉണ്ടാക്കുമ്പോഴേ ഈ ആർക്കേജിൻ്റെ നെയ്യ് എത്ര ഇട്ടാലും തികയൂല കേട്ടോ. ആർക്കേജിൻ്റെ നെയ്യ് ചേർക്കുമ്പോഴാണ് ബിരിയാണിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എന്നോട് ചില കൂട്ടുകാർ പറയലുണ്ട് കേട്ടോ, നമ്മുടെ അടുത്തുനിന്ന് ചോറ് കൊണ്ടുപോകുമ്പോഴേ നെയ്യ് കുറച്ച് കൂടുതലേനി, നെയ്യ് കുറച്ച് കുറക്കേനി എന്നൊക്കെ പറയലുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെയാണ്, നെയ്യ് എത്ര ചേർത്താലും കുറവാണോ എന്ന് തോന്നും. അപ്പോൾ ഞാൻ ഇപ്പോൾ എനിക്ക് കുറവാണ് തോന്നിയപ്പോഴേ 2 സ്പൂണും കൂടെ അതിൻ്റെ മേലെ കൂടെ ചേർത്തിരുന്നു കേട്ടോ. നമ്മൾ പൈസയൊക്കെ വാങ്ങിച്ച് നമ്മൾ വേറെ ഒരാൾക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പം അത് നന്നാക്കി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ ശ്രദ്ധിക്കൽ. അതേപോലെ ഒന്നായിട്ട് നെയ്യ് ഒഴിച്ച് ചേർത്തെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ബിരിയാണി അത്ര നന്നാവില്ല. മസാല നല്ല ടേസ്റ്റ് വേണം, റൈസ് അതേപോലെ പാകത്തെ വേവും ആവണം, ദമ്മ് നല്ലോണം കയറും വേണം, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഫോയിൽ പേപ്പറൊക്കെ വെച്ച് അടച്ചു കൊടുത്തു. അപ്പോൾ പിന്നെ ആവിയൊന്നും പുറത്ത് പോവില്ല. പിന്നെ അതിൻ്റെ അടപ്പും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുപ്പിലാണെങ്കിൽ നല്ല കനലും തീയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് കുറച്ചും കൊണ്ട് മാറ്റുന്നുണ്ട് ഞാൻ വിറക് കൊള്ളിയൊക്കെ. കനൽ നടുക്കുന്നു, അതേപോലെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കൊക്കെ ഒന്ന് ആക്കി കൊടുത്തിട്ട് കുറച്ച് ഓലക്കൊടി വെച്ചിട്ട് ഒന്ന് ഇങ്ങോട്ട് പാളിപ്പിച്ച് കത്തിച്ച് കൊടുക്കും കേട്ടോ. ആ ചെമ്പിൻ്റെ ചുറ്റുഭാഗം ഒന്ന് നല്ലോണം ചൂടാവാൻ വേണ്ടിയിട്ട്. പിന്നെ കനലുമ്മൽ വെക്കുക ചെയ്യാം. അപ്പോൾ ഒരു 3/4 മണിക്കൂർ എന്തായാലും ഇങ്ങനെ കിടക്കണം കേട്ടോ, എന്നാലാണ് ദമ്മൊക്കെ നല്ലോണം കയറുക.
അപ്പോൾ ഇതാ ഇനി ഞാനിതിൻ്റെ മേലെ കൂടെ കുറച്ച് കനലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നാണ് പാളിപ്പിച്ച് കത്തിച്ച്, നിങ്ങൾ കണ്ടില്ലേ, കുറച്ച് ഓലക്കൊടി വെച്ചാണ് ഒന്നാണ് കത്തിച്ചിട്ടോ. നല്ലോണം കത്തിച്ച് കഴിഞ്ഞാൽ അടി കരിയും. അപ്പോൾ അങ്ങനെ ഒന്നാണ് കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അടിയിൽ നല്ല കനലുണ്ടെങ്കിൽ കനൽ കുറച്ച് കോരിയാണ്ട് ഇങ്ങനെ മേലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ പാത്രങ്ങളൊക്കെ ഞാൻ നല്ല വൃത്തിയായിട്ട് കഴുകും. പക്ഷേ നമ്മളിങ്ങനെ കൊടുക്കുമ്പോഴേ ചില ആൾക്കാർ ഫുഡൊക്കെ കൊടുത്ത് കൊണ്ടുവരുമ്പോൾ പാത്രം ഒന്നും ശരിക്കും കഴുകിയിട്ടുണ്ടാവില്ല. പിന്നെ ഞാനും തന്നെ ചിലപ്പോൾ എനിക്ക് മടിയാവും, ഉരച്ച് തേച്ച് കഴുകി എത്ര വൃത്തിയാക്കിയാലും പിന്നെ നമ്മൾ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്നതല്ലേ. പിന്നെ ഇതേപോലെ തന്നെ ചിലർ തരുമ്പോൾ നല്ല വൃത്തിയിൽ തരും, ചിലർ തരുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് കഴുകൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഞാനും വല്ലാതെ അങ്ങോട്ട് ഒരതി വെളുപ്പിച്ചലില്ല കേട്ടോ. അപ്പോൾ അടുപ്പുമ്മ കരിയാവാതെക്കാൻ വേണ്ടിയിട്ട് ഒരു വാഴൻ്റെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിക്കാട്ടോ കനലിട്ടുകണത്. പിന്നെ വെയിറ്റും വെച്ച് കൊടുത്തു. അങ്ങനെ നമ്മളെ ബിരിയാണി പരിപാടി കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ വൈകുന്നേരമല്ലേ, ചായ ഉണ്ടാക്കിയിട്ടില്ല, അപ്പോൾ ഒന്ന് പായസം ഉണ്ടാക്കാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളീ പുറത്തത്തെ അടുക്കളയെന്ന് കാണിക്കൊണ്ടെന്ന് പറഞ്ഞിനി. ഇവിടെ കുക്ക് ചെയ്യാൻ നല്ല സുഖമാണ്, നല്ല വൈബാ. താഴെ ഭാഗത്തൊക്കെ തെങ്ങിൻ തോട്ടമൊക്കെയാണ്, അവിടെ മയിലുകളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഓരൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് കുക്ക് ചെയ്യാം. പിന്നെ ഇവിടെ അടച്ചുറപ്പൊന്നുമില്ല. അടച്ചുറപ്പില്ല പറഞ്ഞാൽ പട്ടികളൊക്കെ വരും, പക്ഷേ അടുപ്പത്തേക്കൊന്നും കയറൂല കേട്ടോ. അതിൽ നടക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കിയ പിന്നെ അകത്ത് കൊണ്ടുപോയി വെക്കും. ഇവിടെ കുക്കിംഗ് ചെയ്യുമെന്ന് മാത്രം തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ ഇരുമ്പിൻ്റെ ചട്ടിയില്ലേ, ഇത് കഴുകിയാൽ ഞാൻ ഇതേപോലെ കേട്ടോ വെക്കൽ, ചൂടുള്ള അടുപ്പത്ത് വെക്കും. അപ്പോൾ അതിൻ്റെ വെള്ളം വറ്റി നല്ല ഉഷാറായിട്ട് വരും. അല്ലെങ്കിൽ നമ്മളങ്ങനെ കമിഴ്ത്തി വെച്ചാൽ പിറ്റേ ദിവസം എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ തുരുമ്പേകാരം കേട്ടോ, തുരുമ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ നമുക്ക് എടുക്കാനൊന്നും തോന്നില്ല. പിന്നെ ബിരിയാണീൻ്റെ ഒപ്പം നമ്മൾ അച്ചാറും സാലഡും കൊടുക്കും, അതൊക്കെ റെഡിയാക്കി വെച്ചു. അപ്പം ഇനി പായസം ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ ഇന്നലെ റിച്ചുവിൻ്റെ ബർത്ത്ഡേന് ഇന്നലെ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. ഇന്നലെ ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാം. ഞാൻ പാലട പായസമാട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ പാല് കുറച്ച് കുറവാട്ടോ. പാൽ ഇത് 1 ലിറ്ററുള്ളൂ. ഇന്നലത്തെ പാൽ എടുത്തിട്ടില്ലേ, ഇന്നലെ പാൽപ്പൊടി ഇട്ടാൽ ചായ ഉണ്ടാക്കി. അപ്പോൾ ഇന്നലത്തെ പാല് എക്സ്ട്രാ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ നെയ്യ് ഉണ്ടാക്കണത് വീഡിയോ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിനി. നെയ്യ് ഞാൻ ഉണ്ടാക്കലുണ്ട്. നെയ്യ് ഉണ്ടാക്കല്ല, പാൽപ്പാട് അങ്ങനെ എടുത്ത് വെക്കലുണ്ട്. അത് ഉണ്ടാക്കിയിട്ടില്ല, ഫ്രീസറിലുണ്ട് കേട്ടോ. ഞാൻ ഉണ്ടാക്കുമ്പോൾ കാണിക്കുന്നുണ്ട്. ഇത് സൊസൈറ്റിത്തെ പാലായതുകൊണ്ട് ഇതിന്ന് നെയ്യ് കിട്ടും കേട്ടോ. നമ്മൾ പാല് കാച്ചിയാണ്ട് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചാൽ നല്ലോണം തണുത്ത് വരുമ്പം പിന്നെ ഇപ്പം രാവിലെ വെച്ചാൽ വൈകുന്നേരം നോക്കുമ്പോൾ അതിൻ്റെ മേലെ ആ മഞ്ഞ കളറിൽ ഇങ്ങനെ പാട കാണാം. അപ്പോൾ അത് കോരിയിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് നമ്മൾ ഫ്രീസറിൽ വെക്കും. അങ്ങനെ കുറേ ദിവസം പാൽ ഇതേപോലെ ചെയ്തിട്ട് അങ്ങനെ കിട്ടുന്ന പാൽപ്പാട് കൊണ്ടാണ് കേട്ടോ നെയ്യ് ഉണ്ടാക്കുക. അല്ലാതെ ഒരു ദിവസം കൊണ്ടും 2 ദിവസം കൊണ്ടൊന്നും ആവില്ല. അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പാല് വേണം. അപ്പോൾ ഞാനവിടെ പാല് കാച്ചാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി പാലൊന്ന് ചൂടാവട്ടെ. ചൂടായിട്ട് നമുക്ക് പാലട ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്തേ നല്ല കൊതുകാണ്. നമ്മളെ വീടിൻ്റെ താഴെ ഭാഗത്ത് തോടായതുകൊണ്ട് ഇപ്പോൾ ഞാനൊരു ചന്ദനത്തിരി കത്തിച്ച് വെച്ചിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ വല്ലാതെ ഇങ്ങോട്ട് വരൂല കൊതുക്. പിന്നെ പാല് കുറച്ച് കുറവായതുകൊണ്ട് കുറച്ച് പാൽപ്പൊടിയും കൂടെ ചേർക്കണം. അപ്പോൾ പാൽപ്പൊടി കലക്കാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പുറത്തെ അടുപ്പിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പാല് തിളക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പാലട ഇട്ട് കൊടുക്കാം. ഇത് പാലട മിക്സാണ് കേട്ടോ. ഇത് തന്നെ പഞ്ചസാരയൊക്കെ ഇത് തന്നെ വരുന്നുണ്ട്. അതേപോലെ ഏലക്കാപ്പൊടി ഒന്നും നമുക്ക് ഇതിക്ക് പ്രത്യേകിച്ച് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഇത് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇതിക്കുള്ള മധുരവും അടയും ഒക്കെ ഇത് തന്നെ ഉണ്ട്. ഒരു 20 മിനിറ്റ് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ തന്നെ പായസം റെഡി ആവും കേട്ടോ. അങ്ങനെ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇളക്കണം കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ പാലിൽ കടന്നിട്ട് ഇങ്ങോട്ട് വേവണം അട. അപ്പോൾ പാൽപ്പൊടി ഇതാ ഞാനൊരു ബൗൾക്ക് കുറച്ച് എടുത്തുകൊണ്ട് എന്നിട്ട് അതിക്ക് ചൂടുവെള്ളം ഒഴിച്ചാണ് അതിവിടെ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. നല്ലോണം മിക്സ് ചെയ്തെടുക്കുക, കട്ട കെട്ടാതെ. എന്നിട്ട് അട ഇങ്ങനെ വെന്ത് കുറുകി വരുമല്ലോ, ആ സമയത്ത് നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ മിൽക്ക് മേഡൊക്കെ ഉണ്ടെങ്കിൽ മിൽക്ക് മേഡും ചേർക്കുക. എൻ്റെ അടുത്ത് മിൽക്ക് മേഡും ഇല്ലെന്ന്, പാലും കുറവാണ്. അപ്പോൾ ഞാൻ പാൽപ്പൊടി എടുത്തതാട്ടോ. പിന്നെ ഈ സൊസൈറ്റിത്തെ പാലാവുമ്പോഴേ നല്ല പാലേക്കാരം, പക്ഷെ കട്ടി ഉണ്ടാവില്ല, കട്ടി കുറവേക്കാരം. നല്ലതാവും, നല്ല ടേസ്റ്റുമാണ്. അതുകൊണ്ട് പായസമൊക്കെ ഉണ്ടാക്കിയാൽ, ചായ ഉണ്ടാക്കിയാലും പായസം ഉണ്ടാക്കിയാലും ഒക്കെ നമ്മൾ പാക്കറ്റ് പാൽ വാങ്ങിക്കണ പോലെയല്ല. അപ്പോൾ ഇതാ നമ്മളെ അടയൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതുപോലെ കുറുകി വന്നിട്ടുണ്ട്. അട ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. നോക്കിയപ്പോൾ കുറച്ചുകൂടെ വേവാനും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി നമ്മൾ പാൽപ്പൊടി കലക്കി വെച്ചിരുന്നല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് നേരം കൂടെ ചെറിയ തീയിലിട്ടിട്ട് അങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റാട്ടോ ഈ ഒരു പായസം. അതുപോലെ തന്നെ ഉണ്ടാക്കാനും എളുപ്പമാണ്. വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഇളക്കണം എന്നുള്ളൂ. പാലിലല്ലേ നമ്മളിത് വേവിച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെ കങ്ങി കഴിഞ്ഞാൽ ആ ടേസ്റ്റ് മാറുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇപ്പം നമ്മളെ പായസം റെഡി ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ
വറവിട്ട് കൊടുക്കണമൊന്നുമില്ല കേട്ടോ. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും ഇതിലേക്ക് ചേർക്കണില്ല. അതേപോലെ 2 സ്പൂൺ നെയ്യ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അതാ ഞാൻ നേരത്തെ പറഞ്ഞു കേട്ടോ, ഈ പായസത്തിന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, അങ്ങനെ ഇളക്കി കൊടുക്കൽ മാത്രമേ ഉള്ളൂ. പിന്നെ വറവിട്ടെടുക്കുക ഒന്നും വേണ്ട, ഈ നെയ്യ് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആയിട്ടുണ്ട് പായസം. മക്കൾ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പായസം കുടിക്കാൻ. ഇന്ന് ഞാൻ ചായ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, അപ്പം ഇന്ന് പായസമാക്കാമെന്ന് വിചാരിച്ച്. സമയം വൈകുന്നേരമായി ചെയ്തിട്ടുണ്ട്. എൻ്റെ ബിരിയാണി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ അതിന് നിന്നതും. അപ്പം ഫുഡ് കൊണ്ടുപോയിട്ടില്ല കേട്ടോ. ഫുഡ് കൊണ്ടുപോകാൻ ഒരു 5:30 വരും എന്നൊക്കെ പറഞ്ഞു. 5:30 വന്നിട്ടൊന്നുമില്ല. അപ്പം ഇനി എന്തായാലും ചൂടോട് കൂടിയിട്ട് തന്നെ പായസം കുടിക്കരുതി. എന്താ ഞാനൊരു ബൗൾക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. കുട്ടികൾക്ക് ചൂടാറിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. നല്ല ചൂടാണ്, അടുപ്പത്തുനിന്ന് വാങ്ങിയിട്ടല്ലേ ഉള്ളൂ. പിന്നെ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ കുറേ പരാതികൾ ഞാൻ കണ്ടിട്ടോ. കമൻറ്റ് ഇടുന്നുണ്ട്, റിപ്ലൈ കാര്യങ്ങളൊന്നും തരുന്നില്ല പറഞ്ഞിട്ട്. തിരക്കായിട്ടാണ് തരാത്തത്. ഇന്നലെ ഇപ്പം ഞായറാഴ്ച അല്ലേനോ, ഞായറാഴ്ച ഒന്ന് ലീവാണെന്ന് വിചാരിച്ചിനി. അപ്പോഴാണ് കാറ്ററിങ്ങിന് ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടിയത്. അപ്പം എന്തെങ്കിലുമൊക്കെ ആയിട്ട് തിരക്ക് എന്നും ഉണ്ടാവും കേട്ടോ. എന്തായാലും ഞാൻ ഫ്രീ ആകുമ്പോൾ എല്ലാവരും കമൻറ്റിനും റിപ്ലൈ കാര്യങ്ങളൊക്കെ തരണ്ട്. റിപ്ലൈ തരുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കമൻറ്റ് ഇടാതെ നിൽക്കരുത് കേട്ടോ. എൻ്റെ ഒഴിവിനനുസരിച്ചിട്ട് റിപ്ലൈ തരും. അപ്പോൾ എനിക്ക് ഷുഗർ ആണെങ്കിലും പായസം ഞാൻ ഒരു ബൗളിൽ എടുത്തു കേട്ടോ. അത് മുഴുവൻ ഞാൻ കുടിച്ചിട്ടില്ല കേട്ടോ, കുറച്ചേ കുടിച്ചിട്ടുള്ളൂ. കുറച്ച് പിന്നെ ഞാൻ ചെഞ്ചുമൂക്ക് കൊടുത്തു. അപ്പോൾ എല്ലാവരും പായസം കൊണ്ട് സിറ്റ് ഔട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ടാട്ടോ ഒക്കെ പായസം കുടിക്കണത്. ഇതല്ലെങ്കിൽ ഒരു രസമാണ് ഈ സിറ്റ് ഔട്ടിൽ ഇരുന്നാണ്ട് പായസം കുടിക്കൽ. പായസമോ ചായ എന്തെങ്കിലുമൊക്കെ കുടിച്ചൽ. അങ്ങനെ ഉമ്മച്ചിയും മക്കളും എല്ലാവരും ഇരുന്നാണ്ട് പായസമൊക്കെ കുടിച്ചിട്ടോ. പിന്നെ ഉപ്പച്ചി കുറച്ച് കഴിഞ്ഞാൽ വന്നീന്. കട ഉണ്ടായതുകൊണ്ടേ കടയിൽ നിന്ന് അങ്ങനെ പോരാൻ പറ്റില്ലല്ലോ. അപ്പോൾ വന്ന് പായസമൊക്കെ കുടിച്ച് പായസം കൊണ്ടൊക്കെ പോയിനി കേട്ടോ. അങ്ങനെ ഞങ്ങൾ പായസമൊക്കെ കുടിച്ച് അങ്ങനെ കുറച്ച് നേരം വർത്താനം പറഞ്ഞൊക്കെ അങ്ങനെ സിറ്റ് ഔട്ടിലിരുന്ന്. അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫുഡ് കൊണ്ടുപോകാനുള്ള ആൾ വന്നിട്ടുണ്ടായിനി കേട്ടോ. അപ്പോഴത്തേന് പിന്നെ മഗ്‌രിബിൻ്റെ ബാങ്കും കൊടുത്തിട്ടുണ്ടായിനി. അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെയാണ് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ നമ്മളെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഫോളോ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.